വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചിറ്റപ്പനാട ഉപേന്ദ്രൻ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചിറ്റപ്പനോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് വിഷ്ണുവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ചിറ്റപ്പൻ എപ്പോൾ നാട്ടിലെത്തി എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. മനസ്സിലായെന്നോണം തന്നെ അങ്ങ് ചോദിക്കുകയാണ്. അന്നേരം താമസം വിദേശത്താണെങ്കിൽ നാട്ടിൽ ആവശ്യം വന്നാൽ വരാതിരിക്കാനായിട്ട് പറ്റുമോ, എവിടെ ചേട്ടനും ചേട്ടത്തേക്ക് എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അകത്തുണ്ട്, അച്ഛൻ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല, അറിയാമല്ലോ ചോദിക്കുകയാണ്. അന്നേരം വിളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ചികിത്സയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്കകത്തേക്ക് ചിറ്റപ്പനകത്തേക്ക് കയറ് എന്ന് പറയുമ്പോൾ പിന്നെ ഉപേന്ദ്രൻ കയറുന്നുണ്ട്, വിഷ്ണുവും കൂടി അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് വിഷ്ണു അകത്തേക്ക് കയറിയിട്ട് അച്ഛാ ആരാ വന്നിരിക്കുന്നത് നോക്കി എന്ന് പറയുകയാണ്. അന്നേരം ഉപേന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ അടിമുടി നോക്കുകയാണ്, കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട്. തുടർന്ന് വിഷ്ണു അകത്തേക്ക് കയറിയിട്ട് പിന്നെ ഈ ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്നെ മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ ഉപേന്ദ്രൻ നീ പറയുന്നത്, നിൻ്റെ പേരും പറഞ്ഞ് നിനക്ക് വേണ്ടി പല സ്ഥലത്ത് നിന്നും തല്ലുകൊണ്ടിട്ടുള്ളതല്ലേ ഞാൻ, അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങ് മറക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ വിഷ്ണുവിനങ്ങ് ചിരി വരുന്നുണ്ട്. ഉപേന്ദ്രൻ അങ്ങ് വല്ലാതാവുകയാണ്. എന്തായാലും നീ ഇരിക്ക് എന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ ഇരിക്കുന്നു. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, മലേഷ്യയിൽ നിൻ്റെ ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ചോ, നാടാണ് നല്ലതെന്ന് തോന്നിയോ, മടങ്ങി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ബിസിനസ്സൊക്കെ അവിടെ തന്നെയാണ്, ഭാര്യയും കുടുംബവും ഫാമിലിയും എല്ലാം അവിടെ തന്നെയാണ്. ഞാൻ എല്ലായിടത്തും പിന്നെ ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ് എനിക്കുള്ളത്, എല്ലാ രാജ്യങ്ങളിലും ബ്രാഞ്ചൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമില്ല, അതൊന്ന് തുടങ്ങാൻ കൂടിയാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണ് സത്യഭാമയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഉപേന്ദ്രനെ കണ്ടിട്ട് ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്. അന്നേരം ഏട്ടത്തി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഉപേന്ദ്രൻ എന്നിങ്ങനെ പറഞ്ഞ് ഭാമ ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്താ ഇങ്ങോട്ടത്തേക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങോട്ട് ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഏട്ടത്തിയെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ പിന്നെ സത്യഭാമയാണെങ്കിൽ കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസേ ഉള്ളൂ. അങ്ങനെ രാഘവൻ നായരെ നോക്കുന്നുണ്ട്, അത് കൊടുക്കണോ ഉപേന്ദ്രനെ കൊടുക്കണോ, രാഘവൻ നായർക്ക് കൊണ്ടുവന്നതാണ്, പിന്നെ കൊടുക്കുന്നിങ്ങനെ രാഘവൻ നായർ അങ്ങേ കാണിക്കുകയാണ്. അന്നേരം രാഘവേട്ടനായിട്ട് കൊണ്ടുവന്ന ജ്യൂസാണ്, ഉപേന്ദ്രൻ അത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ, മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കുടിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഏട്ടത്തി ഇങ്ങി തന്നേരെ, ഏട്ടത്തിയുടെ കൈ കൊണ്ട് എന്ത് തന്നാലും എനിക്ക് സന്തോഷം തന്നെയാണെന്ന് പറഞ്ഞ് അതങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അല്ല നിനക്ക് പിന്നെ പണ്ട് നീ കെട്ടാൻ ഉദ്ദേശിച്ചിരുന്ന പെണ്ണിനെയാണല്ലോ ഞാൻ അടിച്ചെടുത്തത്, അതിൻ്റെ ഒരു ചൊരുക്ക് നിനക്ക് പണ്ടേ ഉണ്ടായിരുന്നല്ലോ, ആ ദേഷ്യങ്ങളൊക്കെ മാറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമ അങ്ങോട്ടൊന്നല്ല വല്ലാതാവുകയാണ്. അന്നേരമാണ് വിഷ്ണു ശ്രദ്ധിക്കുന്നത്. ഭാമ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്, രാഘവൻ നായരെയൊക്കെ മാറി മാറി നോക്കുകയാണ്. ഒന്ന് ചമ്മിയ പോലെ ഈ ഉപേന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അന്നേരം ശ്യാമയും പൊന്നിയും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം അതൊക്കെ കഴിഞ്ഞില്ലേ ഏട്ടാ, വർഷങ്ങൾ എത്ര കഴിഞ്ഞു എന്നിങ്ങനെ, അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അല്ല പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ അതോ വെറുതെ വന്നതാണോ എന്നിങ്ങനെ രാഘവൻ നായർ വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇവിടെ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങാൻ വന്നതാണ്, അതിന് ഒത്ത ഒരാൾ വേണം, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ. അതിന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കണ്ടത് വിഷ്ണുവിനെയാണ്. എന്താ വിഷ്ണു നിനക്ക് എൻ്റെ ഒരു വർക്കിംഗ് പാർട്ണറായിട്ട് കൂടെ നിന്നൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ രാഘവൻ നായരെ നോക്കുകയാണ്. അന്നേരം രാഘവൻ നായർ വേണ്ട എന്നിങ്ങനെ തല ഉലുക്കുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ ചിറ്റപ്പ, ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്കങ്ങോട്ട് പിന്നെ സെറ്റ് ആവില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലും അല്ല ഞാൻ, പിന്നെ എൻ്റെ സ്വഭാവം നേരെ വാ നേരെ പോ എന്നുള്ളതാണ്, അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ടേരെ എന്നിങ്ങനെ പറയുമ്പോൾ ഉപേന്ദ്രൻ അങ്ങോട്ട് വല്ലാതാവുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ വന്നത് വെറുതെ ആയല്ലോ എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുന്നുണ്ട്. നമ്മുടെ ചോരയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ ഏൽപ്പിക്കാമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതങ്ങോട്ട് വിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ഇവിടെ വിഷ്ണുവിനെ പോലെ വേറൊരാൾ കൂടിയുണ്ട്, ഒരാളെ തന്നാൽ പോരെ കാര്യങ്ങളൊക്കെ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്താനായിട്ട്. രോഹിത് ഉണ്ട്, രോഹിത്തിന് തരാം, അവൻ നല്ലൊരു ബിസിനസ് മാൻ തന്നെയാണ്, അവൻ അതിനുള്ള തൻ്റെ ഇടവും പ്രാപ്തിയും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ അവൻ പുറത്തു പോയിരിക്കുകയാണ്, ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പരിചയപ്പെടുത്താമായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉപേന്ദ്രൻ പറയുകയാണ്, ഞാനിപ്പോൾ ബിസിനസ് ചിലപ്പോൾ ഇവിടെ തുടങ്ങി വെച്ചിട്ട് നാളെ എങ്ങ് ചിലപ്പോൾ മലേഷ്യയിലേക്ക് പോകും, എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഉറച്ചെന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമല്ല, ഏട്ടനും ഇടത്തേക്കും ഒക്കെ അറിയാമല്ലോ, പിന്നെ നമ്മുടെ ചോരയിലുള്ള ഒരാളാണെങ്കിൽ വിശ്വസിച്ച് കൂടെ നിർത്താമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്യാമയങ്ങ് വല്ലാതാവുകയാണ്. അന്നേരം സത്യഭാമയുടെ മുഖവും മാറുന്നുണ്ട്. രോഹിത് വളർത്തു മകനാണല്ലോ, അന്നേരം ഞാൻ രോഹിത്തിനെ എൻ്റെ മകനെ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് വളർത്തുന്നത്, അവൻ നല്ലൊരു പിന്നെ മകൻ പ്രാപ്തിയൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇത് പിന്നെ രോഹിത്തിൻ്റെ ഭാര്യയാണ്, ശ്യാമയാണ്, അവൻ ഇവിടെ എല്ലാവരും ബിസിനസ് ആവശ്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
തുടർന്ന് എന്താ അടുത്ത പ്ലാൻ എന്നൊക്കെ ചോദിക്കും. ബിസിനസ് ഫർണിച്ചർ കച്ചവടം തന്നെയാണോ തുടങ്ങുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ആദ്യം മെറ്റീരിയൽസൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം. അതിനു വേണ്ടി പിന്നെ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി ഫോറസ്റ്റിൽ നിന്നും മരം അങ്ങോട്ട് മുറിച്ചെടുക്കണം. അതിന് ഏട്ടത്തിയുടെ ഒരു സ്വാധീനം വെച്ച് അതിനുള്ള പേപ്പറുകളൊക്കെ ഒന്ന് ശരിയാക്കണം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്കും വിഷ്ണുവിനൊക്കെ അങ്ങോട്ട് കാര്യം പിടിയിട്ടുകയാണ്. ആവശ്യമായിട്ടാണ് വന്നത് എന്നുള്ളത്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. 35 വർഷത്തിന് ശേഷം ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു ഏട്ടനും ഏട്ടത്തി സ്നേഹം പിന്നെ വന്നതാണെന്ന്. അപ്പോൾ അങ്ങനെയല്ല, കാര്യസാധ്യത്തിന് വേണ്ടിയാണ്, ആളെ കൂട്ടാൻ വേണ്ടി, കാര്യം സാധിക്കാൻ വേണ്ടിയാണ് വന്നത് അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ അങ്ങ് വല്ലാതാവുകയാണ്. പക്ഷേ സത്യഭാമ ഒന്നും അങ്ങോട്ട് മിണ്ടുന്നില്ല. തുടർന്ന് അപ്പം നേരം വിഷ്ണു പറയുകയാണ്, അപ്പോൾ ചിറ്റപ്പ ഇവിടെ തന്നെ കാണും, 2-3 ദിവസം ഇവിടെ തന്നെ കാണുമല്ലോ എന്നിങ്ങനെ പറയുന്നത്, നമുക്ക് വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം, ഞാൻ ഇപ്പോൾ എത്തി തിരക്കിലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിന് മുമ്പേ സത്യഭാമ പറയുന്നുണ്ട്, നാളെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഉപേന്ദ്രൻ വരണം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കട്ടെ, നാളെ എന്തായാലും വരാൻ പങ്കെടുക്കാം, പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിനുശേഷമാണ് വിഷ്ണു പറയുന്നത് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ളത്, തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ്. വിഷ്ണു ഇറങ്ങുമ്പോൾ ജീപ്പ് എടുക്കാൻ നേരം ഉപേന്ദ്രൻ വന്ന ഡ്രൈവർ അവിടെ വെളിയിൽ നിൽക്കുകയാണ്. അതിനെ കയറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കയറാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ജീപ്പ് എടുത്തങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, രോഹിത്തും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു എന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് നീക്കുപോക്ക് ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉപേന്ദ്രനും പറയുന്നുണ്ട്, അതെ അതാണ് ഞാൻ പറഞ്ഞത്, താമസിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും പേപ്പർ വർക്കൊക്കെ ഞാൻ ശരിയാക്കാം, പിന്നെ ഏട്ടത്തിയും എൻ്റെ കൂടെ നിന്നാൽ മതി, പിന്നെ ഈ ബിസിനസ് ഇവിടെ വേരുറപ്പിക്കുകയാണെങ്കിൽ അവിടത്തെയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പോരും, പിന്നെ നമ്മുടെ നാട് തന്നെയാണ് നല്ലത്, ഒന്നുമില്ലെങ്കിൽ അവസാന കാലത്ത് വേണ്ടപ്പെട്ടവരോടൊപ്പം ജീവിക്കാമല്ലോ കഴിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരും പറയുന്നുണ്ട്, അങ്ങനത്തെ ചിന്തയൊന്നും ഇപ്പോൾ ആർക്കും ഇല്ലടാ, നീ എല്ലാവരും പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്, നീ തന്നെ എന്തെല്ലാം വേലത്തരങ്ങളാണ് ഉണ്ടാക്കിയത്, ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഒപ്പിച്ചു വെച്ചത്, അതൊക്കെ തീർത്തതോ ഞാനും എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ കളിയാക്കുകയാണ്. അന്നേരം ഉപേന്ദ്രനും വല്ലാതാവുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ്, അതിനെന്താ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഇട്ടുമൂടാനുള്ള പണം ഞാൻ ഉണ്ടാക്കിയില്ലേ എന്നിങ്ങനെ ഉപേന്ദ്രനും പറയുന്നുണ്ട്. തുടർന്ന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കാമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്നിങ്ങനെ ഭാമ പറയുകയാണ്. നമ്മുടെ രോഹിത്തിനെ കൂടെ കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അതിനെന്താ, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏട്ടത്തിയും കൂടി എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി എന്നിങ്ങനെ വീണ്ടും എടുത്തെടുത്തൊക്കെ ഉപേന്ദ്രൻ പറയുകയാണ്. പക്ഷേ ശ്യാമയ്ക്കും രാഘവൻ നായർക്കൊന്നും ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം എന്തോ വലിയൊരു കുരുക്കം കൊണ്ട് തന്നെയാണ് ഈ ഉപേന്ദ്രൻ വന്നിട്ടുള്ളത്. അത് ഭാമയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ രാഘവൻ നായർക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു കുഴപ്പമാണെന്നുള്ളത്. അതേസമയം വിഷ്ണു അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണു ആലോചിക്കുന്നത് തന്നെയാണ്, ഞാൻ വന്നിരിക്കുന്നത് വലിയ ബിസിനസ് ഓഫറുമായിട്ടാണ്, അതിനെനിക്ക് കൂടെ നിൽക്കാൻ ഒരാൾ വേണം എന്നുള്ളത് വിഷ്ണു ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അന്നേരം ഈ ഉപേന്ദ്രൻ്റെ വരവ് അവസാനം സത്യഭാമയ്ക്കും രാഘവൻ നായർക്കും ഒരു വൻ കുരുക്കായിട്ട് തന്നെ മാറും. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ ശാലിനിയാണെങ്കിൽ പിന്നെ ഉമ്മറത്ത് തിണ്ണയിലിരുന്നു കൊണ്ട് വിഷ്ണുവിൻ്റെ ആ മാല വിഷ്ണുവിൻ്റെ കഴുത്തിൽ കിടന്ന മാല അന്ന് അവിടെ വെച്ച് കിട്ടിയായിരുന്നല്ലോ പണ്ടൊരിക്കൽ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം ചെന്നപ്പോൾ വിഷ്ണുവിൻ്റെ ആ കൊമ്പ് മാല ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. സത്യഭാമ വന്ന് വിളിച്ചതും മരുമകളായിട്ട് ചെല്ലണം, സത്യം കൂട്ടി ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയാണ്. വീണ്ടും സ്വപ്നങ്ങൾ മനസ്സിൽ നിറയ്ക്കുകയാണല്ലോ. അപ്പോൾ സത്യാമ്മയുടെ മനം മാറ്റത്തിന് എന്തായാലും സത്യാമ്മ സത്യയെ അംഗീകരിച്ചു, അല്ലെങ്കിൽ വിഷ്ണുവേട്ട വേണ്ടി സത്യ അംഗീകരിക്കാനായിട്ട് സത്യാമ്മ നിർബന്ധിതയായിരിക്കുകയാണ്. ഇതിൽ ശാരദാമ്മയുടെ ദൈവങ്ങൾക്ക് ഏറെ നല്ല ഒരു പങ്കുണ്ട്. എന്തായാലും നല്ല രീതിക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ച് മാല ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശാലിനി ഇരിക്കുമ്പോഴാണ് ഈ സുസ്മിതയുടെ കോള് വീണ്ടും ശാലിനിക്ക് വരുന്നത്. തുടർന്ന് സുസ്മിത അങ്ങോട്ട് ആ സാരി തുമ്പ് വെച്ച് മറച്ച് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. നീ വളരെ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. അമ്മായിയമ്മ സ്നേഹമൂർന്ന മധുരമായ വാക്കുകളായിട്ട് പിന്നെ അനിയത്തിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്ന് ക്ഷണിച്ചിട്ട് പോയിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് വരാം, നീ അതിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ പങ്കെടുക്കുന്നുണ്ട് എന്നിങ്ങനെ ശാലിനി തിരിച്ചു പറയുകയാണ്. അന്നേരം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സമാധാനമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനായിട്ട് ഞാൻ നിന്നെ അനുവദിക്കില്ല, പിന്നെ ഞാനുണ്ടാക്കുന്ന ടെൻഷൻ്റെയും ഭയത്തിൻ്റെയും പെരുമ്പറ മേളമായിരിക്കും നിൻ്റെ മനസ്സ് മുഴുവൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. പപ്പി നിൻ്റെ മകളാണ് എന്നുള്ളത് സത്യഭാമ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ വർഷം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നിൻ്റെ അനിയത്തിയാണെങ്കിൽ അടുത്ത വർഷം ശാരദാമ്മയുടെ വീടിൻ്റെ അടുക്കളയിലിരുന്ന് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കും ആ കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പിന്നെ അതൊക്കെ അയവിറക്കിക്കൊണ്ട്. പിന്നെ രോഹിത്തിന് സത്യമ്മ പറയുന്നതിനപ്പുറം ഒരു ജീവിതം ലൈഫില്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ, നീ എന്ത് പറയുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ഈ രഹസ്യം സത്യമ്മ അറിയാതിരിക്കാൻ വേണ്ടി നിന്റെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന തുക എത്രയാ എന്നു ചോദിക്കുമ്പോൾ അപ്പോൾ നീ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണല്ലോ, ബുദ്ധിയൊക്കെ ഉണ്ട്, IAS പോയത് കൊണ്ട് പിന്നെ പട്ടിണി ഇല്ലാതെ ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ തുക എത്രയാണെന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ വീണ്ടും ശാലിനി ചോദിക്കുകയാണ്. അതിന് 10 ലക്ഷം എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇതൊരു അഡ്വാൻസ് ആയിട്ടാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബോംബിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് നിന്നെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതുകൊണ്ട് പൈസ ക്യാഷായിട്ട് തന്നെ വേണം, വിത്തിൻ 1 hour എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് പറയുക. അന്നേരം എവിടെ ആ സ്ഥലവും ചോദിക്കുമ്പോൾ ഗാന്ധി ഈ സ്മാരകത്തിൽ. പിന്നെ പണത്തിൻ്റെ ഇടപാടുകളാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളിൻ്റെ സമക്ഷം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ പക്ഷേ പിന്നെ നിൻ്റെ കളക്ടർ ബുദ്ധി ഇവിടെ കാണിക്കാൻ വേറെ പോലീസൊക്കെ ആയിട്ട് വരാനാണെങ്കിൽ പിന്നെ ആ രഹസ്യം അപ്പോൾ തന്നെ അവിടെ അറിയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ പണം വാങ്ങിച്ചിട്ട് തിരിഞ്ഞു കൊത്താനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ചെയ്യില്ല എന്നിങ്ങനെ സുസ്മിത പറഞ്ഞിട്ട് സ്ഥലവും സമയവും ഒക്കെ സുസ്മിത അറിയിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ശാലിനി അനുപല്ലവി വിളിച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ ഒരാൾക്ക് കൈമാറാനുണ്ട്, കാര്യങ്ങൾ വളരെ രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് കാണിക്കുന്നില്ല എന്താണെന്ന്. അന്നേരം ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് സത്യയാണെങ്കിൽ ഓടി ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി 14 എന്ന്. അന്നേരം അത് മോളോട് ഇത് ആര് പറഞ്ഞു ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, എന്താ ഡേറ്റ് കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണല്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് ഫോണിങ്ങി തന്നെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്പറില്ല, തിരിച്ച് വിളിക്കാനും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഇനി അച്ഛൻ വിളിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ തരണേന്ന്. അന്നേരം എന്തിനാ അച്ഛനെ വഴക്ക് പറയാനാണോ, എന്നെ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പിന്നെ അമ്മയ്ക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനാണെന്ന് പറയുമ്പോൾ വഴക്ക് പറയില്ലെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം മണിക്കുട്ടി ശാലിനിയുടെ കയ്യിലിരിക്കുന്ന ആ മാല ശ്രദ്ധിക്കുന്നത്, ഇതെന്താ ഈ മാല അച്ഛൻ്റെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ ആ മാലയിലേക്ക് പിന്നെ സത്യ ഒരു മുത്തം കൊടുക്കുകയാണ്. അന്നേരം ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. ശാലിനി ആലോചിക്കുന്നത് അന്ന് ആദ്യമായിട്ട് വിഷ്ണുവിനെ സത്യ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ തേങ്ങ ഉടക്കാനായിട്ട് സഹായിച്ചല്ലോ, അന്നേരം കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തല്ലോ, ആ ഒരു സീനാണ് ശാലിനിയുടെ മനസ്സിൽ വരുന്നത്. ആ മാലയിലേക്ക് സത്യ മുത്തം കൊടുക്കുമ്പോൾ എന്നിട്ട് അച്ഛൻ വരുമ്പോൾ നമുക്കിത് തിരിച്ചു കൊടുക്കാൻ കേട്ടോ എന്ന് പറയുകയാണ്. അന്നേരം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ തലവെക്കുന്നുണ്ട്. പക്ഷെ സങ്കടത്തിൽ നിൽക്കുകയാണ് ആ കൊച്ചിൻ്റെ സ്നേഹം കണ്ടിട്ട്. അതേസമയം അകത്തുനിന്ന് ശാരദാമ്മ സത്യമോളെ എന്ന് വിളിക്കുമ്പോൾ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മാല ശാലിനിയുടെ കയ്യിൽ തന്നെ തിരികെ കൊടുത്തിട്ട് സത്യ അകത്തേക്ക് ഓടുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാനൊരു നമ്പർ തരാം, അതിലേക്ക് വരുന്ന ഓരോ കോളും ചെക്ക് ചെയ്യണം, ഡീറ്റെയിൽസ് എടുക്കണമെന്ന് പറയുമ്പോൾ ശരി മാഡം നമ്പർ അയച്ചോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ സത്യയുടെ നമ്പറാണ് അയച്ചു കൊടുക്കുന്നത്. വിളിക്കുന്ന നമ്പർ ആരാണെന്ന് അറിയാനായിട്ട്. ആരായാലും വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം എന്നിങ്ങനെ ആലോചിച്ച് ശാലിനി ഇരിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ശാലിനിയെ കാത്ത് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. സുസ്മിതയാണെങ്കിൽ പർദ്ദയൊക്കെ ഇട്ട് കണ്ണ് മാത്രം കാണാം, കണ്ണിൽ കണ്ണാടിയും വെച്ചിട്ടുണ്ട്. അന്നേരം ചിന്തിക്കുകയാണ്, ശാലിനിയുടെ വണ്ടി വരുന്നത് കണ്ടിട്ട് പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞതിനൊക്കെ വേണ്ടി എത്ര പണമാണ് ചിലവാക്കിയത്, ഇനി അതിനുള്ള പൈസ നിന്നിൽ നിന്ന് തന്നെ ഊറ്റാനായിട്ട് നീ തന്നെ ചിലവാക്കണം, നിൻ്റെ പൈസ കൊണ്ട് തന്നെ ഞാനുണ്ടായ നഷ്ടമൊക്കെ നികത്തും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച്, ഇന്ന് നീ എനിക്ക് 10 ലക്ഷം തന്നു, നാളെ നിന്നെക്കൊണ്ട് ഞാൻ 20 ലക്ഷം തരിക്കും, അവസാനം ചണ്ടി പോലെ ഞാൻ നിന്നെ അങ്ങോട്ട് വലിച്ചെറിയും, ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാലിനിയുടെ വണ്ടി ഇങ്ങനെ വശത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം സുസ്മിത ഇങ്ങനെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. അന്നേരം ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പർദ്ദയിട്ട രൂപം തിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അന്നേരം കൈകൊണ്ട് ഇങ്ങനെ അടുത്തേക്ക് വരാനായിട്ട് സുസ്മിത ആംഗ്യം കാണിക്കുന്നുണ്ട്. ശാലിനി സംശയിച്ചൊക്കെ തന്നെയാണ് വരുന്നത്. വന്ന് നിന്ന ശേഷം ശാലിനി ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. എന്നിട്ട് പണം കൊണ്ടുവന്നിട്ടുണ്ടോ, പക്ഷേ സുസ്മിതയുടെ സംസാരമല്ല, വേറെ ഇച്ചിരി കടുപ്പിച്ച് ശബ്ദം മാറ്റിയാണ് സംസാരിക്കുന്നതൊക്കെ. അന്നേരം ശാലിനി ആണെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സൂട്ട് കേസ് കൊണ്ടും തുറന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം തരുന്നത് കളക്ടർ ആയതുകൊണ്ട് എണ്ണി നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ പണം തരുന്നതിന് മുമ്പ് നീ ആരാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ആ പർദ്ദയുടെ മുകളിലത്തെ തട്ട് മുഖം അങ്ങോട്ട് മാറ്റാനായിട്ട് വരുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുസ്മിത കയ്യിൽ ഇങ്ങനെ ബലമായിട്ട് പിടിക്കുകയാണ്. പക്ഷേ സംശയിച്ച് തന്നെയാണ് ശാലിനി നിൽക്കുന്നത്. അത് സുസ്മിതയാണ് എന്നുള്ളൊരു ഏകദേശ രൂപം ശാലിനിക്കുണ്ട്. അത്രയേ കാണിക്കുന്നുള്ളൂ, ഇത്രയുമാണ് സീൻ കാണിക്കുന്നത്. പക്ഷേ ഈ പൈസ ഇങ്ങനെ അടുത്ത സീനിൽ പൈസ അങ്ങ് ശാലിനി
കൊടുക്കുക തന്നെ ചെയ്യും. അതിനുശേഷം സുസ്മിത അങ്ങോട്ട് തിരിയുമ്പോൾ ശാലിനി പിടിക്കുകയാണ് ചെയ്യുന്നത്. വലിച്ചിട്ട് ആ മുഖം അങ്ങോട്ട് തട്ടം അങ്ങോട്ട് മാറ്റുമ്പോൾ സുസ്മിതയാണ് എന്നുള്ളത് അവിടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശാലിനി പൈസ കൊണ്ടുവരുന്നതും ഇങ്ങനെ സൂട്ട് കേസ് നിവർത്തുന്നതും സംസാരിക്കുന്നതും ഒക്കെ വേറൊരാളിങ്ങനെ വീഡിയോ നിന്ന് പിടിക്കും. അത് വെച്ചാണ് ഇനി സുസ്മിത ശാലിനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പോഴൊന്നും സുസ്മിതയ്ക്ക് അവിടെ രഹസ്യങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതിന് മുന്നേ സത്യഭാമ അറിയുകയൊക്കെ ചെയ്യും. ഇനിയൊക്കെ വരുന്നത് കിടിലൻ എപ്പിസോഡുകളാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്